പ്രതിപക്ഷ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ എത്രത്തോളം ഗതികേടിലാണെന്ന് കാണണമെങ്കിൽ UDFിലെ സീറ്റ് തർക്കം മാത്രം നോക്കിയാൽ മതി. അധികാരം സ്വപ്നം കാണുന്ന മുന്നണിയിൽ പോലും പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. സീറ്റുകൾ ഹൈജാക്ക് ചെയ്യുമോ എന്ന ഭയത്തിൽ കോൺഗ്രസും നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ PJ ജോസഫും തമ്മിൽ നടക്കുന്ന അടിപിടി മതി UDFിന്റെ ഉള്ളറ രാഷ്ട്രീയം എത്രത്തോളം അധം പതിച്ചു എന്ന് മനസ്സിലാക്കാൻ. അധികാരം പിടിക്കാനുള്ള ആഗ്രഹത്തെക്കാൾ ആരുടെ കയ്യിൽ എത്ര സീറ്റ് എന്ന കണക്കുകൂട്ടലാണ് പ്രതിപക്ഷത്തിന്റെ മുഴുവൻ രാഷ്ട്രീയവും നിയന്ത്രിക്കുന്നത് എന്നതിന്റെ തെളിവായി മാറുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ. കോൺഗ്രസ് സീറ്റുകൾ കൈവശപ്പെടുത്തുമെന്ന ആശങ്കയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിനെ മറികടക്കാൻ കുതന്ത്ര നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. യാതൊരു കൂടിയാലോചനയും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പുതിയ തന്ത്രം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ് മത്സരിക്കുമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ UDFിനുള്ളിലെ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് ഏറെക്കാലമായി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കരിപ്പൂർ. എന്നാൽ കോൺഗ്രസിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ സ്വയം പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ഇതോടെ വിഷയം UDF സംസ്ഥാന നേതൃത്വത്തിന്റെയും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും മുന്നിലെത്തിയിരിക്കുകയാണ്. എന്നാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പ്രചരണങ്ങൾ നല്ല ഉദ്ദേശത്തോടെയല്ലെന്നും അനാവശ്യ പ്രചാരണങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്നും ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ജെറ്റോ ജോസഫും പ്രതികരിച്ചു. ഏറ്റുമാനൂരും സമാന നീക്കങ്ങളാണ് ജോസഫ് ഗ്രൂപ്പ് നടത്തുന്നത്. പലയിടത്തും UDF ബുക്കിറ്റ് ചുവരെഴുത്തുകൾക്ക് ജോസഫ് ഗ്രൂപ്പ് തുടക്കമിട്ടു. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഒന്നുമില്ലെങ്കിലും തങ്ങൾ തന്നെ മത്സരിക്കുമെന്ന സൂചനയാണ് ജോസഫ് ഗ്രൂപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പു പറഞ്ഞ സീറ്റുകളിൽ ഒന്നാണ് ഏറ്റുമാനൂരിലേത്. ഇതോടൊപ്പം ഇടുക്കിയും കുട്ടനാടും കോതമംഗലവും ചങ്ങനാശ്ശേരിയും കോൺഗ്രസ് ചോദിക്കുന്നുമുണ്ട്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് ശക്തമായ സംഘടനയോ ജനപിന്തുണയോ ഇല്ലെന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 10 സീറ്റുകളിൽ 8ലും ജോസഫ് ഗ്രൂപ്പ് പരാജയപ്പെട്ടതും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തവണയും ജോസഫ് ഗ്രൂപ്പിന് സീറ്റുകൾ വിട്ടുകൊടുത്താൽ അത് LDFിന്റെ തുടർഭരണ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന വാദത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചാൽ വിജയ സാധ്യത ഉറപ്പാണെന്നുമാണ് അവരുടെ നിലപാട്. അതേസമയം കടുത്ത സമ്മർദ്ദത്തിലാണ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളത്. മത്സരിച്ചിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നു പോകുമെന്ന ഭയമാണ് നേതൃത്വത്തെ പിടികൂടിയിരിക്കുന്നത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിലും ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ സാന്നിധ്യം പേരിന് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് വിളിച്ച ചർച്ചകൾക്ക് പോലും PJ ജോസഫ് സന്നദ്ധത അറിയിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നറിയുമ്പോഴും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. അധികാരം സ്വപ്നം കാണുന്ന UDFിനകത്ത് ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷ ഐക്യമല്ല, മറിച്ച് തുറന്ന സീറ്റ് പോരാട്ടമാണെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.